ഡേ ഇൻ മൈ ലൈഫ് പാർട്ട് 2 ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ച സമയത്ത് വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നേരെ പോകുന്നത് നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ. സുമതേട്ടന് പനിയായതുകൊണ്ടാണ് ഇന്ന് ലീവാക്കിയത്. പനിയൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ പറഞ്ഞു വേഗം എണീക്ക്, നമുക്ക് പോയിട്ട് അന്നദാനം കഴിക്കാമെന്ന്. അന്നദാനം പിന്നെ നമ്മളൊരു വീക്ക്നെസ് ആണല്ലോ. അതും കഴിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ദർശൂട്ടൻ്റെ ദേവൂട്ടിൻ്റെ സ്കൂളിൽ അവരെ നോക്കി. അപ്പോൾ അവർക്ക് ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ അവർക്കൊരു ടാറ്റയും കൊടുത്ത് നേരെ വീട്ടിലോട്ട് വന്ന് ഇരുന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ ഞാൻ വിളിച്ചൊന്ന് തറയൊക്കെ ഒന്ന് തുടച്ചിട്ടേന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ട്, എന്തായാലും ലീവാണല്ലോ. പിന്നെ മുറ്റം ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. ലീവുള്ള ദിവസമാണ് ഈ മുറ്റത്തിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കുന്നത് കേട്ടോ. മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ ആ സമയത്ത് എനിക്ക് നന്നായിട്ട് നടുവേദന എടുക്കുന്നുണ്ടായിരുന്നു. ഈ നടുവേദനൻ്റെ കാര്യം ഓർത്തപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇന്നലെ എൻ്റെ ഫ്രണ്ട് അനുഷ നമ്മളെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, 35 വയസ്സിന് ശേഷം സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടെന്ന്. എൻ്റെ ദൈവമേ, ഇവളെല്ലാം നെഗറ്റീവ് അടുപ്പിക്കാനായിട്ട്. അത് ഓർത്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമുക്കൊക്കെ പ്രായമായിന്ന്. അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായോ? പണ്ടൊക്കെ നമുക്ക് പെൻഷൻ കൊടുക്കുന്നത് ഏത് വയസ്സിലാണ്? 60 വയസ്സിലോ അല്ലെങ്കിൽ 55 വയസ്സിനോ ശേഷമോ അങ്ങനെയാട്ടാന്ന് തോന്നുന്നു അല്ലേ? ശരിക്കും എനിക്കറിയില്ല. എന്നാലും ഇനി 35 വയസ്സിന് ശേഷം കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ നിങ്ങൾക്ക്? നമ്മളൊന്നും അധിക കാലമൊന്നും ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാമോ. എന്തൊക്കെ ഇപ്പം കഴിക്കുന്നല്ലേ. കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് ആയുസ്സെല്ലാം കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ സർക്കാർ ഇപ്പം തന്നെ പെൻഷനൊക്കെ തന്നിട്ട് നമുക്കൊക്കെ പ്രായമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അധിക കാലമൊന്നും നമ്മൾ ഉണ്ടാവില്ല. കർമ്മസേനേൻ്റെ പ്ലാസ്റ്റിക് നമ്മൾ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം നമ്മളതൊക്കെ എടുത്ത് വെക്കുകയാണ്. നമുക്കിനി വിഷയത്തിലേക്ക് വരാം. നമുക്ക് ബാക്കി പണിയും കൂടി എടുക്കാനുണ്ട്. നടുവേദനയൊക്കെ അവിടെ ഇരിക്കട്ടെ. മടിഞ്ഞു കഴിഞ്ഞാലും മടിഞ്ഞിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ പണികളൊക്കെ നമുക്ക് തീർത്തിട്ട് വേറെ പണിയൊന്നുമില്ല. ഇനി രാത്രി എന്തെങ്കിലും ആക്കണം. അത് രാത്രിയെ നോക്കണ്ടോ, ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒരു കടല ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിരിച്ച് കൈ മുഖമൊക്കെ കഴുകി അതൊന്ന് കഴിക്കട്ടെ എന്ന്. പിന്നെ അതും കഴിച്ച് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ നിർത്തട്ടെ.